സ്വരാജ്. പൂമരൻ പറയുന്നത് എന്താന്ന് വെച്ചാൽ അതാണ് ഏറ്റവും വലിയ രസം. അതായത് കഴിഞ്ഞ ദിവസം ഈ ED സംഘത്തെ ആക്രമിച്ചു എന്ന് പറയുന്നത് ഇതൊന്നും ആക്രമണമല്ല. നമുക്ക് പറയുന്നത് ഇതൊന്നും ആക്രമണമല്ല. ED സംഘത്തെ ആക്രമിച്ചു എന്ന് പറയുന്നത് നിങ്ങൾക്ക് തോന്നുന്നതാണ്. ഇതൊന്നും ആക്രമണമല്ല, ഒരാക്രമണവും നടന്നിട്ടില്ല. ഇത് ചെറിയൊരു പ്രതിഷേധം, അത്രയേ ഉള്ളൂ. ഇതൊരു ചെറിയ പ്രതിഷേധം. ഇതിന് ആക്രമണം എന്നൊന്നും പറയാൻ പറ്റില്ല. കാറിന്റെ ചില്ല് ഈ ഇടിക്കട്ട കൊണ്ട് ഇടിച്ചു പൊട്ടിച്ച് ഇതിനുള്ളിലുള്ള ഡ്രൈവറെയും ഇതിനുള്ളിലുള്ള ED ഉദ്യോഗസ്ഥരെയും വനിതകൾ ഉൾപ്പെടെയുള്ള ആൾക്കാരെ ആക്രമിച്ചു ഒന്നും ആക്രമല്ലടോ. ഇതൊക്കെ ചെറിയൊരു വൈകാരിക എന്താ പറയാ സംഭവം മാത്രമേ ഉള്ളൂ എന്നാണ് പൂമരൻ പറയുന്നത് പോലെ. ഒറ്റ അപേക്ഷ മാത്രമേ ഉള്ളൂ. ഈ ആർ ബിന്ദുവിനെയും പൂമരനെയും ഇനി വേറെ മുതലും കൂടി ഉണ്ട്. TP രാമകൃഷ്ണൻ, നമ്മുടെ ഫാത്തിമ തഹലിയ തോൽപ്പിച്ച സഖാവുണ്ടല്ലോ. ഇനി അങ്ങനെ എനിക്ക് അറിയപ്പെടുക. TP രാമകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ ഫാത്തിമ തഹലിയ എന്ന് പറയുന്ന മുസ്ലിം ലീഗിന്റെ തീപ്പൊരിയായ പെൺകുട്ടി പരാജയപ്പെടുത്തിയ CPM-ന്റെ സമുന്നത നേതാവ് TP രാമകൃഷ്ണൻ പറയാണല്ലോ. നേരത്തെ കാര്യം തന്നെ ഈ ED മോഡി VD ആ കൂട്ടുകെട്ടാണ് ഇതിനുള്ള കാരണം. സതീശനും മോദിയും സംസാരിക്കുന്നു. തുടർന്ന് ED-യെ പറഞ്ഞിട്ട് TP രാമകൃഷ്ണൻ. എനിക്ക് TP-യോടൊക്കെ ഭയങ്കര ബഹുമാനം ഉണ്ടായിരുന്നു കേട്ടോ. കാരണം അയാൾ സംശുദ്ധനായ, പണ്ട് എക്സൈസ് മന്ത്രിക്കായിരുന്നപ്പോ വലിയ അഴിമതിയൊന്നും കാണിക്കാത്ത ആളാണ് TP രാമകൃഷ്ണൻ എന്ന് പറയുന്നത്. സാധാരണ CPM-കാരുടെ പോലെ അഴിമതി നടത്താത്ത ആളാണ്. ഞാൻ TP-യുടെ വീട്ടിലൊക്കെ പോയ ആളാണ്. TP-യുടെ വീട് എന്ന് പറഞ്ഞാൽ ആ പ്രദേശത്തെ വീടുകൾ എന്താ പറയാ, ഒരു സാധാരണ ഒരു മന്ത്രിയുടെ വീടാണ് നമുക്ക് തോന്നില്ല. ഒരു വളരെ സാധാരണക്കാരനായ ഒരു മനുഷ്യനാണ്. കാഴ്ചയിലും സംസാരത്തിലും ഒക്കെ അങ്ങനെയാണ്. പക്ഷെ ഇയാൾക്ക് വിവരം ചെയ്യേണ്ടിയപ്പോ എന്താ ചെയ്യാന്ന് TP പറയാണല്ലോ. VD സതീശനും മോദിയും ചർച്ച നടത്തിയിട്ട് പിറ്റേന്ന് ED-യെ അയച്ചതാണ്. ഏട്ടോ TP രാമകൃഷ്ണൻ, എന്തിനങ്ങൾക്ക് ഇങ്ങനെ വില കളയും? നിങ്ങൾക്ക് ആരെ പേടി? ഈ തോറ്റ പിണറായി നിങ്ങൾ ഇനിയും പേടിച്ചിരിക്കുകയാണോ? CPM-ലെ അപൂർവം സംശുദ്ധരായ നേതാക്കളിൽപ്പെട്ട ഒരാളാണ് ഇയാളൊക്കെ. എന്നിട്ട് ഇയാളൊക്കെ പോയി ഇങ്ങനെ മെഴുകുകയാണ് പിണറായിക്ക് വേണ്ടിയിട്ടാണ്. പിന്നെ മനസ്സിലാക്കുക, ഈ പിണറായിയുടെ മോള് അഴിമതിപ്പണം വാങ്ങി എന്നുള്ളത് കേരളത്തിൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണെന്നേ. കേരളത്തിൽ മാത്രമല്ല, ലോകത്തിൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഈ പെൺകുട്ടിയെ സംബന്ധിച്ചതാണ്. വീണ തന്നെ SFIOക്ക് മുമ്പിൽ ഞാൻ 2.78 കോടി രൂപ കൈപ്പറ്റി, പ്രത്യേകിച്ച് സേവനമൊന്നും നടത്തിയിട്ടില്ല. ഈ കാര്യങ്ങളൊക്കെ ഇവര് പറഞ്ഞു കഴിഞ്ഞതാണ്. ഇപ്പം പിന്നെ ഈ ED അന്വേഷിക്കാൻ വരുന്നത് ഇവര് വാങ്ങിയ പൈസ എങ്ങനെയൊക്കെ ചെലവാക്കി, എന്തൊക്കെ വാങ്ങി, ഈ കള്ളപ്പണ ഇടപാട് എങ്ങനെയൊക്കെ എന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോഴെത്തിയത്. അതല്ലാതെ ഇതിന്റെ വേറെ രേഖകളൊന്നുമില്ല. അങ്ങനെയാണ് വേറെ കാര്യം പറയുന്നത്. രേഖയൊന്നും കിട്ടിയില്ല. രേഖ കിട്ടിക്കുന്നു. ആവശ്യമായ രേഖകളും ആവശ്യമായ തെളിവുകളൊക്കെ ED കിട്ടിയിട്ടുണ്ട്. ED എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കുറെ പോങ്ങന്മാരല്ല ഈ സഖാക്കളെ പോലെ. അവർ കൃത്യമായ പരിശോധനയും കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് തന്നെയാണ് പോയത് കേട്ടോ. അപ്പൊ ഏതായാലും ഒന്നുകൊണ്ടും രണ്ടുകൊണ്ടൊന്നും ഈ CPM-മാർ പഠിക്കാൻ പോകുന്നില്ല. ഇവർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. സംഭവിക്കാൻ പോകുന്ന എന്താ അറിയോ? ഒരൊറ്റ കാര്യമുള്ളൂ. ഞാൻ വീണ്ടും പറയുകയാണ്. 2031 എന്ന് പറഞ്ഞാൽ അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ CPM എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാവില്ല. എങ്ങനെ ഉണ്ടാവാനാണെന്ന് ഈ പൂമരന്റെ മാതിരിയുള്ള ആൾക്കാർ വന്ന് പ്രസംഗിക്കുന്ന പ്രസംഗങ്ങള്, ആർ ബിന്ദുവിന്റെ മാതിരിയുള്ള ആൾക്കാർ വന്ന് പ്രസംഗിക്കുന്ന പ്രസംഗങ്ങള്, നമ്മളൊക്കെ ആദരിക്കുന്ന TP രാമകൃഷ്ണനെ പോലുള്ള സമുന്നതരായ നേതാക്കൾ വന്ന് പ്രസംഗിക്കുന്ന കാര്യങ്ങള്, ഇതൊക്കെ കേൾക്കുമ്പോ ആരാണ് CPM-ന്റെ കൂടെ നിൽക്കുക? അത്യാവശ്യം ഉളുപ്പുമാനുള്ള ആൾക്കാരൊക്കെ പോയില്ലേ? കുറെ പോയി കഴിഞ്ഞു. ഇപ്രാവശ്യം 35 സീറ്റാണ് LDF-ന് കിട്ടിയത്. അടുത്ത തവണ 0 ആയിരിക്കും. 0 ഒന്നും നിങ്ങൾക്ക് കിട്ടിയില്ല. നിങ്ങൾക്ക് എന്ത് കിട്ടായി? പയ്യന്നൂരും തളിപ്പറമ്പും തൃക്കരിപ്പൂരും ഒക്കെ പോയ പോലെ ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് കിട്ടില്ലെന്നേ. ഏതായാലും കാത്തിരുന്ന് കാണാൻ പോണ കാര്യങ്ങളാണിത് അല്ലേ? കാത്തിരുന്ന് എഴുതി വെച്ച, ഞാനാ പറഞ്ഞത്, നിങ്ങൾ എഴുതി വെക്ക്. 2031 തെരഞ്ഞെടുപ്പിൽ ഇവിടെ BJP അധികാരത്തിൽ വരും. ഒരു സംശയം വേണ്ട കേട്ടോ. ഒരു സംശയം വേണ്ട, എഴുതി വെച്ചോ. അതിനുള്ള വഴിയാണ് സഖാക്കൾ ഇങ്ങനെ ഒരുക്കി കൊടുക്കുന്നത്. സ്വയം പോയിക്കാണ്ട് ഇല്ലാതെയാവുകയാണ്. ബാക്കി വിശേഷങ്ങൾ നമുക്ക് അടുത്ത വീഡിയോ പറയാം കേട്ടോ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.